നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. മറ്റാരുമായി പൊരുത്തപ്പെടാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ മാത്രം മതി ഈ വ്യക്തിക്ക്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ പേഴ്സൺ മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതമാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സമാധാനം എന്താണെന്ന് ഈ വ്യക്തി പലപ്പോഴും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല. സമാധാനം എന്താണെന്നും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടിരുന്നത് എന്നും അതിനെക്കുറിച്ച് ഒരു തരത്തിലും ധാരണയില്ലാതെയാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും മാറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ വ്യക്തി എന്നേക്കുമായി സന്തോഷകരമായി മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്നേക്കുമായി സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. അതിൽ നിങ്ങളുടെ സാന്നിധ്യവുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ഇഷ്ടപ്പെടുന്നതും. ഇവിടെ ഈ വ്യക്തിക്ക് സാധിക്കാത്ത, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഒട്ടും തന്നെ ചേരാത്ത തരത്തിലുള്ള ചില ബന്ധങ്ങളുമായി ഈ വ്യക്തി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നല്ലതായിരിക്കും എന്നാണ് ഈ വ്യക്തി വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ വ്യക്തി ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അത് ഈ വ്യക്തിക്ക് മോശത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പല തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോയി എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങൾ പോലും അറിയാതെ, അല്ലെങ്കിൽ വളരെ ആരും കാണാതെ മറഞ്ഞിരുന്നുകൊണ്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയെല്ലാം ചെയ്തിട്ട് ഈ വ്യക്തിക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളിലേക്കും വ്യക്തികളിലേക്കും പോയത് കൊണ്ട് ഈ വ്യക്തിക്ക് എന്താണ് നേടിക്കിട്ടിയത് എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തി ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൊണ്ടും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ മാനസികപരമായിട്ട് എല്ലാ തരത്തിലും ഒരു ഒത്തുചേരൽ, അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. സമാധാനമാണ് ഒരു മനുഷ്യന് ഏറ്റവും വലുതെന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. മറ്റുള്ളവരുമായിട്ട് കൂട്ടുകെട്ടുകളിലേക്ക് പോയതുകൊണ്ടും മറ്റുള്ളവരെ തൻ്റെ ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ തന്നെ സ്വാഗതം ചെയ്തത് കൊണ്ട് ഈ വ്യക്തിക്ക് എന്താണ് ലഭിച്ചത് എന്ന് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഈ വ്യക്തിക്ക് അംഗീകരിക്കാത്ത പല സാഹചര്യങ്ങളും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ നഷ്ടമാണ് നിങ്ങൾ ഇല്ലാതെയായി പോയത്. അതായത് നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ലാതെയായി പോയത്, നിങ്ങൾ മാറിപ്പോയത്, അല്ലെങ്കിൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോയത്, നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ നോ കോണ്ടാക്ട് വന്നത്, ഇതെല്ലാം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരു തരത്തിലും സ്വന്തമായി തന്നെ പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ വിട്ട് പിരിയാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ സാന്നിധ്യമാണ് ഏറ്റവും വലുതെന്ന് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ള പലതരത്തിലുള്ള നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ വേണ്ടി ഈ പേഴ്സൺ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ ഈ വ്യക്തി ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് ഒരു കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ: ഈ വ്യക്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഒരിടത്തേക്കും പോകരുത്. ഇതാണ് ഈ വ്യക്തിക്ക് പറയുവാനുള്ളത്. കാരണം ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചു പോയപ്പോൾ നിങ്ങൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാനോ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാനോ ഈ വ്യക്തി ഒരിക്കലും തയ്യാറായിരുന്നില്ല. എന്നാൽ നിങ്ങൾ നിശബ്ദമായി തുടങ്ങിയപ്പോൾ, നിങ്ങൾ മാറി നടക്കാൻ തുടങ്ങിയപ്പോൾ, നിങ്ങൾ ദൂരേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഈ വ്യക്തി അതിൻ്റെ ഒറ്റപ്പെടലും വേദനയും മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഈ വ്യക്തിക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരണമെന്നുണ്ട്. കാരണം
ഈ വ്യക്തി ഇന്ന് അനുഭവിക്കുന്ന പല വിഷമങ്ങൾക്കും കാരണം ഈ വ്യക്തി തന്നെയാണ്. കാരണം മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ ഈ വ്യക്തി അവരുടെ ആ ഒരു വിഷമം കാണാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാറില്ല. അപ്പോൾ ഈ വ്യക്തിക്ക് തിരിച്ചത് കിട്ടിയപ്പോൾ ഈ വ്യക്തിക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നുമില്ല, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്നുമില്ല. ഇതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് പോലും നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ജീവിതം തന്നെയാണ്. അതുകൊണ്ട് ഈ വ്യക്തി പല വിധത്തിലും തിരിച്ചറിവുകളുടെ ലോകത്തിലേക്ക് വരുന്നുണ്ട്. ചെയ്തതെല്ലാം തെറ്റായി പോയി എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. താൻ ചെയ്തു കൂട്ടിയതെല്ലാം തെറ്റാണ്, തനിക്ക് ചേരാത്ത കാര്യങ്ങളാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. ശത്രുക്കളിൽ നിന്നും ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ മോചനം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി സമാധാനം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾക്കും ഈ വ്യക്തി വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് ഒരു ദൈവികമായിട്ടുള്ള നേട്ടമാണെന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ്. ആ ഒരു ദൈവികമായിട്ടുള്ള നേട്ടത്തിന് മുന്നിൽ വളരെയധികം ചങ്കുറപ്പോടു കൂടി വളരെ തൻ്റെടത്തോടു കൂടി നിൽക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചങ്കൂറ്റം എന്ന് പറയുന്നത് എന്നേക്കുമായി ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണ്, ഇതൊരു ദൈവികമായിട്ടുള്ള കണക്ഷൻ ആണെന്നും ഇതിന്റെ പവിത്രത ഒരു കാരണവശാലും താൻ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട്, ഖേദിക്കുന്നുണ്ട്. കാരണം താൻ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്തതെന്നും ഇതുകൊണ്ട് തനിക്ക് എന്ത് നേട്ടമാണ് ലഭിച്ചത് എന്നുള്ളതിനെ കുറിച്ചും ഈ വ്യക്തി ആലോചിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലുള്ള ഭൗതിക സുഖങ്ങളോടും താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും മുന്നേറാനായിട്ട് ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. ആ ഒരു സുഖങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കി എടുക്കുവാനും ഈ ഒരു പ്രണയബന്ധം വളരെ മനോഹാരിതയോടുകൂടി, വളരെ മനോഹരത്തോടു കൂടി മുന്നോട്ട് പോകാനും തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ്. ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളിലൂടും താല്പര്യമുണ്ട്. പക്ഷേ നിങ്ങളുമായി ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ചാണ് ഈ വ്യക്തി ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള ഊരാകുടുക്കുകളിൽ നിന്നും പുറത്തേക്ക് വരാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അതുമായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ട് തനിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും വിധേയമാകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം എന്തോരം മാറ്റങ്ങൾ കൊണ്ടുവന്നാലാണ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ പുതിയ പുതിയ സന്തോഷങ്ങൾ കൊണ്ടുവന്നാലാണ് നിങ്ങളെ സന്തോഷിപ്പിക്കാനാവുക എന്നുള്ളത് ഈ വ്യക്തിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് നിങ്ങളെ നന്നായിട്ട് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരുപാട് ഇണക്കങ്ങളിലൂടെയും പിണക്കങ്ങളിലൂടെയും മാത്രമാണ് അത് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഈ വ്യക്തി മനസ്സിലാക്കി വെക്കുന്നു. അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്ത് തന്നെയായാലും ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റാരുമായി പൊരുത്തപ്പെടാൻ ഈ വ്യക്തിക്ക് ഈ ഒരു ജന്മം സാധിക്കുകയില്ല. കാരണം മറ്റാരുമായിട്ടും ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് ഈ വ്യക്തി പരീക്ഷിച്ച് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ഈ വ്യക്തി അത് ചെയ്തു നോക്കി അത് പരാജയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം മറ്റാരുമായി പൊരുത്തപ്പെടാൻ തനിക്ക് ആവില്ല എന്നുള്ളത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങൾ മാത്രം മതി എന്നുള്ളൊരു ചിന്താഗതിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.